സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉർവശി പറയണേ, എന്നാലും ഏട്ടാ കയ്യിലെത്ര പണമൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അങ്ങനെ ഒരു വാക്ക് കൊടുത്താൽ പോരായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നാണംകെട്ടേണ്ടി വരുമായിരുന്നോ? ഈ സമയം കൽപ്പന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ സുകുമാരിയൊക്കെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർ നേരെ വരുന്ന ജയിലഴിക്കുള്ളിലാക്കാനുള്ള കാര്യങ്ങൾ നീക്കിക്കാണും ഇപ്പോൾ തന്നെ. അന്നേരം മുത്തശ്ശി ദേഷ്യപ്പെടണേ, രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? കുറേ നേരമല്ലോ തുടങ്ങിയിട്ട് കുടുംബത്തിലൊരു കഷ്ടകാലം വരുമ്പോൾ രണ്ടുപേരും കൂടി മത്സരിച്ച് നിന്ന് സന്തോഷിക്കുവാണല്ലോ. നിങ്ങളുടെ നാവിന്ന് എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് വരില്ലോ? ഇല്ലല്ലോ. നിങ്ങളുടെ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. എങ്കിലും ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഇത്ര നാളും ഈ വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉണ്ടുറങ്ങി നിന്നേല്ലേ, അതിൻ്റെയൊക്കെ നന്ദി കാണിച്ചുകൂടെ നിങ്ങൾക്ക്? ഈ സമയം പത്മിനി പറയുന്നുണ്ട്, സ്വന്തം കുടുംബത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ താങ്ങായി നിന്നില്ലെങ്കിലും ഇതുപോലെയൊക്കെ പറയാതെങ്കിലും ഇരുന്നൂടെ? ഒന്നുമില്ലെങ്കിലും അങ്ങനെയുള്ള കുറച്ച് വിവേകമെങ്കിലും രണ്ടുപേർക്കും കാണിച്ചൂടെ? അന്നേരം കൽപ്പന പറഞ്ഞേ, അത് ശരി, അപ്പോൾ ഞങ്ങളിപ്പോൾ പറയുന്നതായോ കുറ്റം? ഇവിടെ സംഭവിക്കാൻ പോകുന്നതും അതൊക്കെ തന്നെയല്ലേ? ഈ സമയം പത്മിനി പറയുന്നുണ്ട്, അതെ, നീ ഇവിടെ ഇങ്ങനെ നിന്ന് പറയുന്നത് നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട പല സാഹചര്യങ്ങളുണ്ടായിട്ടും ഇറക്കി വിടാതെ ഞങ്ങൾ കാണിച്ച കാരുണ്യം കൊണ്ടാ. അതെങ്കിലും ഒന്ന് മറക്കാതെ മനസ്സിൽ വെക്കാൻ നോക്ക്. ഈ സമയം കൽപ്പനയുടെ വായടയുവാണ്. അന്നേരം പരമേശ്വരൻ പറയുന്നുണ്ട്, മോളെ രാധികെ, നീ ഇങ്ങ് വന്നേ. നിങ്ങൾ രണ്ടാരും കൂടിയുള്ള ഒരു പുതിയ ജീവിതം ഇന്നത് മുതൽ യാതൊരു ശത്രുക്കളുടെയും ശല്യമില്ലാതെ തുടങ്ങുന്നത് കാണാൻ ഞങ്ങൾ ഒത്തിരി കാത്തിരുന്നു. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കാൻ ഈ അച്ഛനെ കൊണ്ടായില്ല. മോള് അച്ഛനോട് ദേഷ്യമൊന്നും വെച്ച് പുലർത്തരുത്. അയ്യോ അച്ഛ, ഒരിക്കലും ഇല്ല. മോളെ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, പൈസ അറേഞ്ച് ചെയ്യാൻ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് എൻ്റെ മകൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ എൻ്റെ കൂടെ നിൽക്കും. ഒരു പ്രതിസന്ധിയിലും വരുൺ നിന്നെ വിട്ടുകളയില്ല. അവർ എന്തൊക്കെ തന്നെ പ്രശ്നം ഉണ്ടാക്കിയാലും എൻ്റെ മോൻ നിന്നെ ചേർത്ത് നിർത്തും. മോൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. അക്കാര്യത്തിൽ മോള് ഭയപ്പെടേണ്ട കാര്യമില്ല. ജീവിതാവസാനം വരെ നീ തന്നെയായിരിക്കും വരുണിൻ്റെ ഭാര്യ. അങ്ങനെ അച്ഛൻ്റെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്ടോ രാധിക്കാൻ വരണമൊക്കെ. ഈ സമയത്തായിരിക്കും പുറത്തൊരു കാറ് വരുന്ന ഒച്ച കേൾക്കുന്നത്. അത് കേൾക്കുന്നതും ഉർവശി പറയണേ, അതെ, പ്രിയങ്ക സുകുമാരി കൂടി പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുവാന്നാണ് തോന്നുന്നത്. ഇനി എന്തൊക്കെയാണോ അവർ കാണിച്ചു കൂട്ടാൻ പോകുന്നത്? അന്നേരം എല്ലാവരും ഒന്ന് ടെൻഷനോട് കൂടി നിൽക്കുവാണ്. ഈ സമയം കാറിൽ നിന്ന് ശ്യാമയായിരിക്കോട്ടോ ഇറങ്ങി അകത്തേക്ക് വരുന്നത്. അങ്ങനെ ശ്യാമയെ കാണുന്നതും വരുണിൽ രാധിക അഭിനയിക്കാൻ തുടങ്ങുവാണ്. രാധിക അങ്ങനെ വീണ്ടും കരഞ്ഞിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം അകത്തേക്ക് വന്ന ശ്യാമ ഇതെല്ലാം കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കണേ. എന്താ പറ്റിയത്? എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്? എന്തു പറ്റി മോളെന്തിനാ കരയുന്നത്? ഈ സമയം കൽപ്പന പറയണേ, അയ്യോ, അപ്പോൾ ശ്യാമമ്മയുടെ ഒന്നും അറിഞ്ഞില്ലേ? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ മേഡത്തിനും താങ്ങാനാവില്ലെന്നേ. രാധികയുടെ മരണിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രിയങ്കയെ എന്നേക്കുമായിട്ട് പടിയിറക്കി വിടാൻ 25 കോടി രൂപ ആവശ്യപ്പെട്ടല്ലോ. പക്ഷെ ആ തുക അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. തുക കൊടുക്കാൻ പറ്റാതെ ആ പ്രിയങ്കയും സുകുമാരിയും അവിടെ നിന്ന് ഇറങ്ങിപ്പോയിന്നാണ് കേട്ടത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ശ്യാമ മേഡത്തിന് സ്വന്തം മോളെ എല്ലാ ദിവസവും വീട്ടിൽ തന്നെ നിർത്താം. കാരണം ഇനി രാധികയ്ക്കും വരുണിനും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. ആ പ്രിയങ്ക അതിന് സമ്മതിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ശ്യാമ ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഉർവശിയും പറയുവാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ വരുണിനെ രാധികേനെ നോക്കുക. അന്നേരം വരുൺ പറയണേ, മാഡം, വക്കീൽ ഓഫീസിൽ നടന്ന കാര്യങ്ങളൊന്നും ഇവരോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ശ്യാമ പറയണേ, പരമേശ്വരൻ സാറ് പണം ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയല്ലേ? അവസാന നിമിഷം അത് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അക്കാര്യം ഞാനും അറിഞ്ഞതും അവർക്ക് കൊടുക്കാനുള്ള പണവുമായിട്ട് നേരെ ഞാൻ വക്കീൽ ഓഫീസിലേക്ക് ചെന്നു. പ്രിയങ്കയ്ക്ക് കൊടുക്കേണ്ട തുക കൃത്യമായിട്ട് അതിനെ കൊടുത്ത് ആ പ്രശ്നം സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി പ്രിയങ്കയെ സുകുമാരിയെ കൊണ്ടുള്ള ഒരു ശല്യം നമ്മുടെ മക്കൾക്കുണ്ടാവില്ല. അത് കേട്ടിട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശേഖണേ, സത്യമാണോ വരുൺ ശ്യാമ പറഞ്ഞത്? നിങ്ങൾ അപ്പോൾ പ്രിയങ്കയ്ക്ക് തുക കൈമാറിയോ? അതേ മുത്തശ്ശി, സത്യം പറയാമല്ലോ, ഞങ്ങൾ ആ കാര്യം അറിഞ്ഞ് സന്തോഷത്തോടെ അത് പറയാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്നിട്ട് പിന്നെ എന്തു പറ്റി? എന്തിനാടാ ഞങ്ങളെ കൂടി ഇങ്ങനെ പറ്റിച്ചത്? അന്നേരം വരുൺ പറയണേ, അതല്ലേ മുത്തശ്ശി ഞാൻ പറയാൻ വന്നത്. ഞങ്ങളെ സന്തോഷത്തോടെ എല്ലാവരും ഇത് അറിയിക്കാൻ കയറി വന്നപ്പോഴാണ് ഇവിടുത്തെ ചിലരൊക്കെ കേക്കൊക്കെ വാങ്ങി എൻ്റെ രാധികയുടെ പരാജയം ആഘോഷിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ ഇവർ അത്രയും കഷ്ടപ്പെട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ അവർക്ക് ചെറിയ രീതിയിലൊരു സന്തോഷമെങ്കിലും ഞങ്ങൾ കൊടുക്കണ്ടേ? അല്ലേ ചെറിയമ്മേ? അത് കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഇവർ രണ്ടുപേരും ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചത്. ഈ സമയം രാധിക കേൾക്കണേ, എന്താണെങ്കിലും ചെറിയമ്മയും എടുത്തേക്ക് ഹാപ്പി ആയില്ലേ? ഞാൻ കരഞ്ഞത് അത്രയും മതിയായിരുന്നല്ലോ അല്ലേ? രണ്ടുപേർക്കും കുറച്ച് നേരത്തേക്കാണെങ്കിലും ഒരു സന്തോഷം കിട്ടിയില്ലേ? ഈ സമയം പരമേശ്വരൻ ശ്യാമയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവം വെച്ചതുപോലെയാണ് ശ്യാമ ഞങ്ങളുടെ അരികിലേക്ക് വന്നത്, നമ്മുടെ കുട്ടികളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയല്ലോ.
സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അന്നേരം ക്ഷമ പറയണേ, അയ്യോ അതിന് സാർ ഇത്ര വലിയ കാര്യമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുള്ള മുഴുവൻ പണം എൻ്റെ മോൾക്ക് വേണ്ടിയാ. അവൾക്കല്ലാതെ മറ്റാർക്ക് കൊടുക്കാനാണ് ഞാനതൊക്കെ. അത് എത്രയും പെട്ടെന്ന് പറ്റുവാണെങ്കിൽ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എത്രയും പെട്ടെന്ന് തന്നെ ആ സ്വത്തുക്കൾ വരുണിൻ്റെ രാധികയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ ഞാൻ പ്രിയങ്കയ്ക്ക് കൊടുത്ത തുകയുണ്ടല്ലോ, അത് വരുണിൻ്റെ രാധികയ്ക്ക് അവകാശപ്പെട്ട തുകയാണ്. അവരുടെ സ്വന്തം പണം തന്നെയാണ് അവർക്ക് ഞാൻ കൈമാറിയത്. അതിൽ ഇനി മറ്റൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ സമയം പത്മിനി പറയണേ, എന്നാലും രാധികെ നിൻ്റെ കണ്ണൊക്കെ ഒന്ന് തുടച്ചു കള. രണ്ടിൻ്റെയും എന്തൊരു അഭിനയമായിരുന്നു. കുറച്ച് നേരത്തേക്കാണെങ്കിലും ഞങ്ങളെ കൂടി അങ്ങ് വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും സന്തോഷിച്ച് നിൽക്കുക. ഈ സമയം കൽപ്പനയും ഉർവശിയും പതിയെ അവിടെ നിന്ന് വലിയാൻ തുടങ്ങുമായിരിക്കും. അന്നേരം മുത്തശ്ശി പറയണേ, അല്ല എങ്ങോട്ടേക്കാ രണ്ടാളും പോകുന്നത്? എന്താണെങ്കിലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി ബാക്കിയുള്ള നടക്കുന്ന കാര്യങ്ങളും കൂടി കണ്ടിട്ട് പോയാൽ മതി. മോളെ രാധികെ, നീ വാ, അന്ന് പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ഇരുട്ടും അകന്നു പോയ ദിവസമല്ലേ, അതിനെ പ്രകാശം പരത്തിക്കൊണ്ട് ഭഗവാന് മുമ്പിൽ വെച്ച് തന്നെ തുടങ്ങണം. അവിടെ വെച്ച് തന്നെ പുതിയൊരു ജീവിതം ആരംഭിക്കണം. അന്നേരം ശ്യാമയും പറയുന്നുണ്ട്, അത് ശരിയാ മോളെ, എല്ലാ കാര്യത്തിലും ഭഗവാനല്ലേ നിൻ്റെ കൂടെ നിൽക്കുന്നത്, ചെല്ലും. അങ്ങനെ രാധികയും കൂട്ടി ശ്യാമ നേരെ പൂജാമുറിയിലേക്ക് പോകുവാണ്. പിന്നാലെ ബാക്കിയുള്ള എല്ലാവരും ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധിക പൂജാമുറി ചെന്ന് വിളക്ക് കത്തിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് നിൽക്കുവാണ്. ഈ സമയം ശ്യാമ വരുണിനെ അടുത്തേക്ക് വിളിക്കുവാണ്. എന്നിട്ട് രാധികയും വരുണിനെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി മനസ്സ് നിറയെ കാണുവാണ്. എന്നിട്ട് പറയണേ, രണ്ടുപേരും ചെന്ന് മുത്തശ്ശിയുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്ക്. അങ്ങനെ രാധികയും വരുണും മുത്തശ്ശീൻ്റെയും അതുപോലെ പരമേശ്വരൻ്റെയും പത്മിനിയുടെയൊക്കെ കാലി വീണ് അനുഗ്രഹം വാങ്ങിക്കുവാണ്. മക്കളെ, നിങ്ങൾ രണ്ടുപേരും ചെന്ന് ശ്യാമയുടെ അനുഗ്രഹം വാങ്ങിക്ക്. ശ്യാമയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇനി സന്തോഷ ദിവസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും ചെന്ന് ശ്യാമയുടെ അനുഗ്രഹവും വാങ്ങിക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ഒരു കോളിംഗ് ബെൽ അടിക്കുന്ന കേൾക്കുന്നത്. അങ്ങനെ രാധിക ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് തുറന്ന് നോക്കുവാണ്. ഈ സമയം കൽപ്പന ഓർഡർ ചെയ്ത കേക്കുമായിട്ട് ഡെലിവറി ബോയ് വന്നതായിരിക്കും കേട്ടോ. അന്നേരം അത് കണ്ടിട്ട് പരമേശ്വരൻ പറയണേ, എന്താണെങ്കിലും അവർ വാങ്ങിച്ചതല്ലേ, മോളത് വാങ്ങിച്ചേക്ക്. അങ്ങനെ രാധിക ആ കേക്ക് വാങ്ങി കൽപ്പനയുടെ കൈ കൊടുക്കുക. ഇതാ ഏട്ടത്തി വാങ്ങിയ കേക്ക്. ഈ സമയം പരമേശ്വരൻ പറയുന്നുണ്ട്, വരുണിൻ്റെ രാധികയുടെ സന്തോഷം എങ്ങനെ ആഘോഷിക്കുമെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണത് ആ കൽപ്പനയും ഉർവശിയും കൂടി കേക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കെന്താണെങ്കിലും കേക്ക് മുറിച്ച് തന്നെ ആഘോഷിക്കാം. രണ്ടാളും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ കേക്ക് മുറിക്ക്. അങ്ങനെ വരുണിൻ്റെ രാധികയും കൂടി കൽപ്പനയും ഉർവശിയൊക്കെ മേടിച്ച ആ കേക്കുണ്ടല്ലോ, അത് മുറിക്കുവാണ്. അത് മുറിച്ച് അച്ഛനും അമ്മക്കും അതുപോലെ എല്ലാവരുടെയും വായിലൊക്കെ വെച്ച് കൊടുക്കുവാണ്. അതിനുശേഷം വരുണിൻ്റെ രാധികയും പരസ്പരം കേക്കൊക്കെ വായിൽ വെച്ച് കഴിക്കുന്നുണ്ട്. ഈ സമയം മുത്തശ്ശി പറയണേ, ദേ നിൽക്കുന്നു രണ്ടെണ്ണം, അവർക്ക് രണ്ടാൾക്കും കൊടുക്കുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും ഇവർ രണ്ടുപേരും കൂടി ഓരോ പണികൾ ഒപ്പിച്ചൊപ്പിച്ചാണല്ലോ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കിയത്. നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിങ്ങളോടൊപ്പം നിൽക്കാനുള്ള കാരണക്കാരികൾ തന്നെ ഇവർ രണ്ടുപേരും തന്നെയല്ലേ. അതുകൊണ്ട് ഇവർക്ക് കൂടി മധുരം കൊടുത്തേക്ക്. അങ്ങനെ വരുൺ കൽപ്പനക്കും ഉർവശിക്കും കൂടി മധുരം കൊടുക്കുവാണ്. ഈ സമയം അവരാണെങ്കിൽ തീരെ താല്പര്യമില്ലാതെ മധുരമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കോടികളുടെ ചെക്കുമായിട്ട് ആറ്റുവാശ്ശേരിയിലെത്തുന്ന മുത്തശ്ശീനെയും പ്രിയങ്കേനെയുമാണ്. അങ്ങനെ ഒരു മുറ്റത്ത് നിന്ന് തന്നെ കോടികൾ വന്ന് കണ്ണു തുറന്നു കാണ്, ഞങ്ങളിപ്പോൾ കോടീശ്വരികളാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ച് കുവിനിക്കുവാണ് കേട്ടോ. ഈ സമയം അകത്ത് നിന്ന് യശോദയും ദേവനൊക്കെ വരുവാ. അന്നേരം ദേവൻ ചോദിക്കണേ, എന്താ അത് പുറത്തൊരു ബഹളം? അറിയില്ല, കോടികൾ എന്നൊക്കെ പറയുന്ന കേട്ടു. ഇനി ഏതെങ്കിലും ലോട്ടറി കച്ചവടക്കാരാണോ? അവർ വീടിൻ്റെ അകത്ത് വന്നവരെ കച്ചവടം തുടങ്ങിയോ എന്നും പറഞ്ഞ് യശോദയും ദേവനും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും പ്രിയങ്കേനെ സുകുമാരിനെയും കാണുന്നത്. ആ, നിങ്ങളായിരുന്നോ? നിങ്ങളെ രണ്ടുപേരും ജയിലിൽ നിന്ന് ഇറങ്ങിയോ? അല്ല, അമ്മ നാട്ടുകാരുടെ മുമ്പിൽ കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇതിനു മുമ്പ് നാട്ടുകാരൊക്കെ ദേവനാരായണ തിരുമേനിയുടെ അമ്മയെ ബഹുമാനത്തോടു കൂടിയാണ് നോക്കിയത്. എന്നാലിപ്പോൾ അങ്ങനെയല്ലല്ലോ, രണ്ടുപേരും മയക്കുമരുന്ന് കേസിലെ പ്രതികളല്ലേ. അമ്മേ, പ്രായമായി തല നരച്ച് തുടങ്ങിയപ്പോഴാണോ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നത്? വെറുതെ എൻ്റെ മോളുടെ ഭാവി കൂടി നശിപ്പിക്കാനായിട്ട് അവളെയും കൂടി ഇങ്ങനെ ആക്കിയപ്പോൾ അമ്മയ്ക്ക് സമാധാനമായില്ലേ? എടാ, നീ കുറ്റപ്പെടുത്തിക്കോ. നീയെ ജയിലിൽ വെച്ച് കണ്ട സുകുമാരിയൊന്നും അല്ല ഇപ്പോൾ, അല്ലേ മോളെ? പറഞ്ഞു കൊടുക്ക്, നമ്മളിപ്പോൾ കോടീശ്വരികളാണെന്ന്. കണ്ടില്ലേ 25 കോടിയുടെ ചെക്ക്, കണ്ടോ നീ? ഈ സമയം ദേവൻ പറയണേ, ഇതിലേക്ക് ഞങ്ങളിപ്പോൾ അത്ഭുതപ്പെടാൻ എന്തായിരിക്കുന്നത്? നിങ്ങളിപ്പോൾ ചെയ്യുന്നത് അതുപോലെ തരം താഴ്ന്ന ജോലിയാണല്ലോ. അപ്പോൾ അതിൽ ഇതൊന്നല്ല, ഇതിനേക്കാൾ വലിയ തുക വരെ കിട്ടിയെന്നിരിക്കും. അതൊന്നും കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞും മഞ്ഞളിക്കാനൊന്നും പോകുന്നില്ല. ഈ സമയം പ്രിയങ്ക പറയണേ, എൻ്റെ മുത്തശ്ശി, ഇവരോടൊക്കെ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിലെ പൂജ എത്ര ഉണ്ടെന്ന് പോലും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ സമയം ദേവൻ പറയണേ, ശരിയാ, എനിക്ക് ദക്ഷിണയായിട്ട് 100 500 ഒക്കെ കിട്ടാറുണ്ട്. അതിൽ കൂടുതൽ കാണണ്ട, കണ്ണ് തള്ളിപ്പോകും. അതുകൊണ്ട് തന്നെ വലിയ വലിയ കണക്കുകളൊന്നും അച്ഛൻ്റെ തലയിൽ കയറില്ല. പക്ഷേ ഈ വീട്ടിലേക്ക് ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രവേശനമില്ല. നിങ്ങളെപ്പോലെ ഇത്തരം ഹീനമായ കർമ്മങ്ങൾ ചെയ്യുന്നവർ ഈ കുടുംബത്തിൽ താമസിക്കണ്ട. ഞങ്ങളിവിടെ ഉള്ള അന്തസ്സിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോളാം.
രണ്ടുപേരും ഞങ്ങളെ ശല്യം ചെയ്തത് ഇവിടെ നിന്ന് പോയാൽ മതി. അന്നേരം സുകുമാരി പറയണേ, അങ്ങനെ ഞങ്ങൾ പോകുന്നില്ലെങ്കിലോ? എടാ, നീ പറഞ്ഞല്ലോ നിന്റെ പുന്നാര മോളിപ്പോൾ ഈ നാടറിയപ്പെടുന്ന ഗായികയുടെ മകളാണെന്ന്. അതിൻ്റെ അഹങ്കാരത്തിലാണ് നിങ്ങൾ രണ്ടുപേരും അഹങ്കരിക്കുന്നതെങ്കിൽ അതൊന്നും വേണ്ട കേട്ടോ. ഈ സുകുമാരി പ്രിയങ്കയും ഇവിടെ തന്നെ താമസിക്കും. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ലാത്തവരല്ല ഞങ്ങൾ, കോടീശ്വരികളാണ്. അതുകൊണ്ട് ഞങ്ങളോട് വെറുതെ എതിരിട്ട് നിൽക്കാനേ നീ നിൻ്റെ ഭാര്യയെ ശ്രമിക്കണ്ട. അങ്ങനെ പറഞ്ഞ വെല്ലുവിളിയോടുകൂടി നിൽക്കുവാണ് കേട്ടോ സുകുമാരി. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്